ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യൂഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാധീശ നിന്നെ വാഴ്ത്തും ഞാൻ. സഹജമതാം മാർത്തൻ വർഗത്തിന് മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനാ വിമലശുചിയും നീയുള്ള മഹിമാവിയലും ദൈവജനത്രേ കന്യകയാമറിയാമീനും വേദമതന്യേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോനാമശിഹ നിജമൃതയാലിവർത്തൻ ഹൃദയമേദീഷു നിഹനീച്ചോനെ അപരിഭാവനതൃത്വൈക സുവിധാവോടൊപ്പം ജീവനും ഋകുദിശ സഹിതം വന്നിതനെ പരികീർത്തിതനെ കൃപ ചെയ്യണം. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ, കുറിയേലായിസോൻ. ഭൂവിലശേഷം ദൈവത്താൽ പ്രേരിത
സ്ലീഹന്മാർപ്പോ ജാതികളിടയിൽ ഭൂതല സേമയതോളം നല്ലവൻഗേല്യോ കൈകൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ. സ്ലീഹയുടെ സ്തുതിയും നമ്മുടെ വേദനകളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. നിങ്ങൾ കഷ്ടത സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടമനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹിയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന ആ സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായ തടവിലെ ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പം ജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിയായി അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മെ രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. പാർക്കുമോ. പൗലോസ്ലീഹ ധന്യൻ ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരാ വേറൊരുവൻ വന്നറിയിച്ച വാനവനെങ്കിലും ആദൂതൻ താനേൽക്കും സഭയൻ ശാപം പലതരമുപദേശങ്ങളവോ പാരിൽ ഉളച്ചു പരക്കുന്നു. ദൈവത്തിനുപദേശം കൈക്കൊണ്ടവസാനിപ്പിപ്പോ പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായി പാർക്കുമോ. സ്ലീഹയുടെ സ്തുതിയും നമ്മുടെ വേദനകളും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. അതികർമ്മങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമുഖങ്ങളിൽ നടന്നു ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായതു ചെയ്തുകൊണ്ടും മറ്റുള്ളവരെ പോലെ പ്രകൃതിയാ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമുക്കുകളെക്കുറിച്ച് വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ആഹായി പാർക്കുമോ. കർത്തനെ സ്തുതി മദ്ബഹാമുൻപിൽ ഭാഗ്യമോ നാം അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ചെവി കൊടുത്ത്
നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വച്ചുകൊണ്ട് അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവെങ്കിലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹാനോൻ ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും വന്ദനപരവാനികൻ വാഴ്ത്തപ്പെടുവാനാവുന്നു. നമ്മുടെ രക്ഷകനെ സ്തുതികളും നാമല്ലാടെ വേദനകളും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരം ധരിച്ച് ദൈവത്തിൻ്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശുദ്ധങ്ങൾ ഏറ്റുപറയുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തമ്പുരാൻ പ്രകാരം പറഞ്ഞു, ഇപ്പോൾ മനുഷ്യപുത്രൻ മൗത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ദൈവവും അവൻ മൂലം മഹിമയുള്ളവനായി. ദൈവം അവൻ മൂലം മഹിമയുള്ളവനായി എങ്കിൽ ദൈവവും താൻ മൂലമായി അവനെ മഹത്വപ്പെടുത്തും. ഉടൻ തന്നെ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. മക്കളെ, ഇനി അല്പകാലം കൂടി ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും. ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് പോരുവാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇങ്ങനെ ഞാൻ യഹൂദന്മാരോട് പറഞ്ഞ പ്രകാരം തന്നെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു. അന്യോന്യം സ്നേഹിപ്പീൻ എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം തന്നെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാവുന്നു എന്ന് എല്ലാവരും അറിയും. അപ്പോൾ ശീമോൻ ഗീപ്പാവനോട്, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചതിന് യേശു തമ്പുരാൻ, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് എന്നെ അനുഗമിപ്പാൻ ഇപ്പോൾ നിങ്ങൾക്ക് സാധിക്കുകയില്ല, എന്നാൽ ഒടുവിൽ നീ വരും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. എങ്കിലും ഞാനോരോഞ്ഞീട്ടും ദൈവഭയത്തെ മികച്ചൊന്നും ഞാൻ ദർശിച്ചില്ല. തൽസ്നേഹത്താലേ ധാർമ്മികനാം യൗസേപ്പാർന്നു മിസ്രൈരാജ്യത്വം മഹിതൻ മോശ വിഭാഗിച്ചാൻ വടിയാൽ വാരീതിയെ ആനനയാദ്യന്മാരാദിനാൽ അഗ്നിയിൽ നിന്നും രക്ഷിതരാ തങ്കത്തെ കാളാദുകാമ്യം മധുവിൽ മധുമധുരം ഭാരം ദൈവാരാധനയെ സ്നേഹിപ്പോൻ തന്നെ. ആമീൻ. ബാർക്കുമോർ സ്തോമൻ കാലോസ് കുറിയേലായേസു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണവേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് ഉണ്മയിലേക്ക് വരുത്തിയ ഉന്നതനും ഉത്കൃഷ്ടനും തൻ്റെ വിലയേറിയ രക്തത്താൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനായ കർത്താവേ, നിനക്ക് സ്തുതി.
നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹുന്യവും ഭാഗ്യമോർ അനുഗ്രഹിക്കുന്നതായ കർത്താവിൻ്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിൻ്റെ മുമ്പാകെയും ദൈവവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഗ്രഹീതനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായി നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനെ ദൈവതോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർക്കണമേ. എൻ്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്ന പനിമഞ്ഞ് തെളിക്കണമേ. കർത്താവും മൗത്തത്തിന് നാഥനുമാവുന്ന മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, സകല കാഠിന്യ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപപടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അന്ത്യം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ അബുക്കൂല സുബാൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളോവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്യഭൂഴിയായ എന്നെ നിന്റെ ദൈവീക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥലത്ത് പ്രവേശിക്കുവാൻ കരുണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാവുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോപേന്മാരുടെയും നിനക്ക് കാദീഷ് പാടുന്നവരായ ശ്രോപ്പേന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇരാഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിനു വേണ്ടി പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എൻ്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്ന് നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹം
സമൃദ്ധമായി ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീറിക്കളയണമേ. പാപിയുള്ള കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരികെ വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ വിശുദ്ധ റൂഹായി വിശുദ്ധ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ കർത്താവ് അവിടുത്തെ ശുശ്രൂഷകളെയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും പാപിയും ദാസനുമാകുന്ന ഞാൻ ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ തന്നെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളാകുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സിലവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ബത്രേ ഉന്മൻ ഓലം ഭാഗ്യമോർ ദിവ്യജ്ഞാനം സൃഷ്ടിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ബഹുമാനപ്പെട്ട ഈ പട്ടക്കാരന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങളും പിതാവിൽ ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സദൈവത്തിലുള്ള സദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദേവമാതാവിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്തുവാതിരുന്നവനും ജീവനുള്ളവരെ മരിച്ചവരെയും വിധിപ്പാൻ തന്റെ പ്രിയമാതത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുവിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. സഹോദരന്മാരെ, ഗുരുക്കന്മാരെ, ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ത്രീയന്മാരും സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമായ കാതോലികവും സ്നേഹികവുമായ
ഏകവിശ്വസഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമായി നീട്ടിവരിഞ്ഞ് മരിച്ചവരും വരുവാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമേൻ. യോജിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഇതുതാൻ. ഈതു നമസ്കാരത്തിൻ സമയം, ഈതു തന്നെ കരുണാസമയം. ഉന്നത പദവിയിലെ റീതാ ഇന്നിപ്പോ ആചാര്യൻ അനുഭവിച്ചിടുന്നോർക്കായി അനുഷ്ഠിക്കും നീ കുർബാന. പ്രിയരെ ഇത് കരുണയുടെയും അലിവിൻ്റെയും സമയം താൻ. സത്യസ്നേഹത്തോടെ സമാധാനം നൽകും സമയം താൻ. ദൂരസ്ഥ സവിധസ്ഥരുമാ തമ്മിൽ നിരക്കും സമയം താ. അതിനാൽ സോദരരെ വരുവേ ഒരുപോൽ കരുണയിര നീടാ. നാദ കൃപ ചെയ്തിടണമേ, നാദ കൃപ ചെയ്യുക കനിവാൻ. നാദ ഉത്തരമരുളി ചെയ്തടിയാരോട് കൃപ ചെയ്യണമേ. നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടു തരമരുളണമേ. നാമെല്ലാം വരുമോത്തൊരുമേ ചുരജീണം. ആമീൻ. ഭാഗ്യമോ സ്തോമൻ കാലോസ് വലിയവനും അനാദ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാവുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോടെ നീ ലോകത്തെ കാത്തുള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഭാഗ്യമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹമൂലം പരിശുദ്ധവും ദൈവമായ ചുമനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനം ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവിൻ ശ്ലോമോ നമ്മിൽ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം. തൽശ്ലോമോയും ശൈലോയും നമ്മെ കാക്കട്ടെന്നാളും. തൽശ്ലോമോയും ശൈലോയും
നമ്മെ കാക്കട്ടെ നാളും. ഭാഗ്യമോർ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദൈവമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെയും അനുഗ്രഹപൂർണമായ നിന്റെ വലത്ത് ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്ക് വേണ്ടിയും ഭോഷതങ്ങൾക്ക് വേണ്ടിയും രക്താർപ്പിതമല്ലാത്ത ആത്മീയ ബലി നിനക്ക് അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമേ. ഭാഗ്യമോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള വലിയ സ്ഥലത്തിൻ്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും വലിയ സ്തോത്രവുമാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആത്മാവിനോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് മശിഹാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്തത് ന്യായവുമാകുന്നു. മാലാഖമാരും ഋഷേമാലാഖമാരും ക്രോബേന്മാരും സ്രോപ്പേന്മാരും മൊറാവോസേന്മാരുമായി അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയ ഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണ്ണനീയമായ ശബ്ദത്തോടും കൂടെ വിജയസ്തുതികൾ പാടിപ്പോഴ്ത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. മസാക്കിൻഗോയേ ബലവാനായ പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നിട്ട് സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധങ്ങളായ തൃക്കൈകളിൽ അപ്പമെടുത്ത്
സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ ഉക്കാദേ വക്സോ മുറിച്ച് തന്റെ വിശുദ്ധ സ്ലിഹന്മാർക്ക് നൽകിയവരോട്, നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പിന് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവന് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാവുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായിദൽ ഓലം അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും എടുത്തും സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു. ബാറേ ഉക്കാദേ തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോടും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനും വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യുവിനെന്ന് അരുളി ചെയ്തു. വൽഹായിദൽ ഓലമുൽ ഈ വിശുദ്ധ രഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നവരെ എൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ഓർമ്മയെ നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവിൻ എന്നു താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. ദാമോദോസേനോ ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളെല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. കർത്താവേ, പാപികളും കുറ്റക്കാരും നിന്റെ ദാസനുമാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായി നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും വിറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ, നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറയ്ക്കുമോർ എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടെ ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പേ. ഞങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനേ, ദൈവതോ നീ ഞങ്ങളിൽ കരുണ ചൊരിയണമേ. കുറിയേലായിസോൻ, കുറിയേലായിസോൻ.
പരിശുദ്ധ റൂഹ വസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ വസിച്ച് ഈ കാസായി ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിന് അവകാശങ്ങളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരോട് കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാറക്കിമോർ. ഇന്നും ഈ ആയുഷ്കാലം നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന 4 ഭാഗങ്ങളുമുള്ള ദൈവത്തിൻ്റെയും വിശുദ്ധ സഭകളെയും മേച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രീയന്മാരായ ആബോന്മാർ ഇഗ്നാത്തിയോസിന് വേണ്ടിയും ആബോന്മാർ ബസീലിയോസിന് വേണ്ടിയും ആബോന്മാർ ഗ്രീഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെടുകാരനായ ആബോന്മാർ തീമോത്തിയോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവ് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലങ്ങളും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാറക്കിമോർ. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നായികയിലും ഈ സമയത്തും ഞങ്ങളെ ഓർക്കുവാനായിട്ടും നിസ്സാരനും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രന്മാരെയും അഗതികളെയും പരദേശികളെയും നിരാശ്രരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ബാരിക്കുമോർ. 4 ഭാഗങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ സഭകളെയും ജരാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ഭൂമിയിലെ സകല വംശങ്ങൾ ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും
വിശുദ്ധിയുള്ളവളും ആത്മമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതുമാതേ മാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടി പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും എവങ്കേലിസ്റ്റന്മാരെയും സാധേന്മാരെയും മൗദ്യാനന്മാരെയും ഭാഗ്യവാനെന്ന യജമാന മുന്നോട്ട് കാനുമായ യൂഹാനോൻ മാബ്ദാനായി ഷെമാശന്മാർ പ്രധാനിയും സാധീന്മാരിൽ മുമ്പിനുമായ പരിശുദ്ധനും മാത്തുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാർ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാ സ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെ ശുദ്ധിവിധകളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചിട്ടുള്ള അവകാശത്തിന് ഓഹരിക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ഭാഗ്യമോ സ്ലൈയും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പ് കൂട്ടി നിത പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നീക്കായാലും കുസ്തുനോപോലിസിലെ ബേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പുസ്തനോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ദർശനവുമായി ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർസ്ലേവിൻ്റെ 1ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായി സഹതായുമായി യാക്കോബും ഇഗ്നാത്യോസും ക്ലീമീസും ദിവനാസ്യോസും അത്താനാസ്യോസും യോലിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമത്യോസും ബിലക്സനോസും മന്ദീമോസും യാവാനീസും വചനമായി ദൈവം ശരീരിയായി തീർന്നുവന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർ ഗോർലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചി സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവുന്ന എല്ലായ്പ്പോഴും പ്രസംഗിച്ചനുമായി ഞങ്ങളുടെ പാത്രീസ്മാസേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാർമാർ യാക്കോബ് ബുർദാനായും മാർ എഫ്രേമും മാർ യാക്കൂബും മാർ ഇസ്ഹാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബെർസോമായും മാർ ശെമോന്തുസുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബ്ഹായിൽദോം മാർ ബെസേലിയോസും മലങ്കരുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദൈവനാസ്യോസുമായ ശേഷം എല്ലാ പിതാക്കന്മാരെയും ചുവളതും കുറ്റരഹിതവുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പ് ഇവരോടുകൂടെ ഇവരുടെ പിമ്പുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധങ്ങളായ 3 അപ്പോസ്തലന്മാരിലെ സത്യവിശ്വാസമാവുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ബാറയ്ക്കുമോർ ആരോഗ്യങ്ങളെ ചില ജനങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി എതിർപ്രാപിച്ച്
വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായ ഈ പരിശുദ്ധ ആത്മാവിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തൻ്റെ അടുക്കിലേക്ക് എടുത്തു കൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് അട്ടഹസിച്ച് പറയണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. കർത്താവേ, ഞങ്ങളെ വാങ്ങിപ്പോയ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടമനുഷ്യരുടെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ. അതിവേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവന് തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടി ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സാലമർജരെ നീ ആസ്വദിച്ച് പുണ്യപ്പെടുത്തണമേ. മനസ്സോടും മനസ്സൂടാതെയും അറിവോടും അറിവൂടാതെയും നിന്റെ മുമ്പിൽ ഞങ്ങൾ ഓർമ്മ ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനത്തിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായി നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്നപോലെ വിശുദ്ധ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കൂല സുബാൻ തന്റെ തിരുനാമം തലമുറ തലമുറയും ലോകാലോകങ്ങളും ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നഹവോ വലിയവനും നമ്മുടെ രക്ഷകനുമാകുന്ന യേശുമിശിഹാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ശ്രാപികളെ കണ്ടേശായ ഹല്ലേലൂയ ഹല്ലേലൂയ ബെസ്കോദേശായിൽ നീ മുമ്പിൽ കുറിയേലായിസോ കുറിയേലായിസോ ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയേലായിസോ. ചിറകുകളാറുള്ളവരായി ഹല്ലേലൂയ ഹല്ലേലൂയ യേരേയാമാത്മാക്കളവർ കുറിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ ബാരക് മോർ കുറിയേലായിസോൻ ഹല്ലേലൂയ ഹല്ലേലൂയ കുറിയേലായിസോൻ കാണായ
ഹാലേലൂയ ഹാലേലൂയ. മുഖമവർ മൂടും നിരുചിറകാൽ ഊറിയേലായിസോ. ഹാലേലൂയ ഹാലേലൂയ. ബാരക്മോ കുറിയേലായിസോ. ഹാലേലൂയ ഹാലേലൂയ. കുറിയേലായിസോ. ഇനിയായി വാണിൻ ജ്വാലയതിൽ ഹാലേലൂയ ഹാലേലൂയ. ഇരു ചിറകാലെ കാലുകളും കൂറിയേലായിസോൻ. ഹാലേലൂയ ഹാലേലൂയ. ബാരക് മോർ കുറിയേലായിസോൻ. ഹാലേലൂയ ഹാലേലൂയ. കുറിയേലായിസോൻ. ആമീൻ. ബാറയ്ക്കുമോർ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ബാറയ്ക്കുമോർ നമ്മുടെ കർത്താവിനോട് ജന്മദിനവും വിവാഹ വാർഷികവും ആചരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു. വീണ്ടും അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയും സമാധാനത്തിലും ശാന്തിയിലും അവർ ജീവിക്കുന്നതിന് വേണ്ടിയും പ്രതിസന്ധികളിൽ നിന്നും പ്രതികൂലങ്ങളിൽ നിന്നും അവർ കാത്തുകൊള്ളപ്പെടുന്നതിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുന്നതിന് വേണ്ടിയും എല്ലായ്പ്പോഴും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വലിയവനും ബലവാനുമായ ദൈവമേ, നിന്റെ ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചുവല്ലോ. ഇതുമൂലം പിതാവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വിശുദ്ധ റൂഹായി ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ കർത്തൃപ്രാർത്ഥനയെ പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാവുന്ന ദൈവമാവുന്ന നിന്നെയും നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തി മധു ഇന്നേക്കുന്നു. ഉത്തമനും കാരുണ്യവാനുമായ പിതാവാം ദൈവമേ, നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ നീ ഞങ്ങളെ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവൻ്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ആത്മാവിനുണ്ടായിരിക്കട്ടെ. ഭാഗ്യമോർ അണയ്ക്കപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിൻ്റെ മുമ്പാകെ നാം തലകുനിക്കണം. കർത്താവും ദൈവമേ,
തിരുരൂപമായി ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവേ, നിന്റെ മേലധികാരത്തിൻ ചെങ്കോലിൻ കീഴിൽ സകല സൃഷ്ടികളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്തവും വന്യവും സാരാംശത്തിലും ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും കരുണകളും എൻ്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യമാർ ഭയത്തോടും വിറയലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനായ റൂഹായുമല്ലാതെ പരിശുദ്ധനില്ല. ആമേൻ. ഒന്നായിരിക്കുന്ന പിതാവിനും പുത്രനും ജീവനുള്ള വിശുദ്ധ റൂഹായിക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സ്ഥലത്തെയും പൂർണ്ണമാക്കി വയ്ക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായി നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാനുഷ്കാലെ പഠിപ്പിച്ച ദാതന്മാരെ ഓർക്കണം. പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാസിദ്ധന്മാരെന്നീവരോപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേകിടു. മുറിയോറാഹെ മേലൈനോവാദാറേ. നിന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ യൗഹാലേലൂയ. നിൻവലമായി രാജഭാമിനിയും ഗ്രഹവും പറയുമോ. മിനവോലം വാദാമിനവോലം വൽമീനാമി. ഭക്തൃപുകഴ്ച ഭാജനമേ. നിന്നിലുദിച്ചോരേകസുതൻ ഞങ്ങളിൽ അലിവാന്തൻ പകലപേക്ഷയാണ് കേണം. മറിയാമിൻ സ്മരണം വരദായകമാകാം
തൽപ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാറയ്ക്കുമോ. ശുഭഹോല ബോല ബറൂൽ റൂഹോ കാ ശുഭഹുല ബോല ബ്രോൽ റൂഹോ കാദിശോ. മസിഹായെ കാണുവാൻ കംഷിച്ചൊരു സഹതി വളർച്ചിറകുകൾ പൂണ്ടുന്നത പദമേറി മുറിയോറാകെ മേലയിലുവാദാരി. മാർ ഗ്രിഗോറിയോ സൽഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാതെന്റെ ശമവും ശാന്തിയും വരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദവന്നേക്കന്നെ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധമായ സ്വർഗാരോഹണ പെരുന്നാളിന് ശേഷം പെന്തിക്കോസ്തിയുടെ ഒരുക്കത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ നാളുകളാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള 40-ാം ദിവസം സ്വർഗാരോഹണ പെരുന്നാളായി സഭ കൊണ്ടാടുകയാണ്. അതിൻ്റെ വേദപുസ്തക പശ്ചാത്തലമൊക്കെയും നിങ്ങൾക്കറിയാം. ഇനിയും അടുത്ത ഞായറാഴ്ച സ്വർഗാരോഹണം കഴിഞ്ഞുള്ള 10 ദിവസം കഴിയുമ്പോൾ പെന്തിക്കോസ്തി പെരുന്നാളിലേക്ക് പ്രവേശിക്കും. പെന്തിക്കോസ്തി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 50-ാം എന്നുള്ളത്. കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷമുള്ള 50-ാമത്തെ പെരുന്നാൾ, 50-ാമത്തെ ദിവസം. പ്രത്യേകാൽ പഴയ നിയമ പശ്ചാത്തലമുണ്ട് എങ്കിലും ഈ പെന്തിക്കോസ്തി പെരുന്നാൾ വിശ്വാസപ്രകാരം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം കർത്താവ് തൻ്റെ കാര്യസ്ഥനെ ഈ ലോകത്തിലേക്ക് അയക്കും എന്നുള്ള വലിയ വാഗ്ദാനം നിറവേറ്റലിൻ്റെ ദിവസമാണ് പെന്തിക്കോസ്തി. പരിശുദ്ധ റൂഹായി നമുക്ക് വേണ്ടി അയച്ചു വന്ന വലിയ പെരുന്നാളിൻ്റെ ദിവസം. പരിശുദ്ധ റൂഹായെ സ്വീകരിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായ സംഗതിയല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ 10 ദിവസം കാത്തിരിപ്പിൻ്റെ ഒരുക്ക നാളുകളായി അത് രൂപപ്പെടുത്തിയിരിക്കുന്നതും ഒരുങ്ങുവാൻ തക്കവണ്ണം നമുക്ക് ക്രമപ്പെടുത്തിയിരിക്കുന്നു. ഇന്ന് വിശുദ്ധ ഏവങ്കേലിയോന് വേണ്ടി പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 31 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ.
ആഴമായ പല സന്ദേശങ്ങളും അതിലുണ്ടെങ്കിലും ഏറ്റവും അവസാനമായി നൽകപ്പെട്ട ഒരു സന്ദേശം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കടമയിൽ നിന്ന് വിരമിക്കും. ഇങ്ങനെ ഞാൻ യഹൂദന്മാരോട് പറഞ്ഞ പ്രകാരം നിങ്ങളോടും പറയുന്നു, അന്യോന്യം സ്നേഹിപ്പീൻ എന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സ്നേഹിക്കണം. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നു എന്ന് എല്ലാവരും അറിയും. കർത്താവ് ലോകത്തിന് നൽകിയ വലിയ ഒരു സന്ദേശമാണ് സ്നേഹിക്കുക എന്ന വലിയ കൽപ്പന. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് എല്ലാവരും അറിയും. ഒരുപക്ഷെങ്കിൽ നമുക്ക് ചിന്തിച്ചേക്കാം, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമാണോ? കർത്താവ് ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളോട് ഇങ്ങനെ ഒരു കൽപ്പന വരേണ്ട ആവശ്യം എന്താ? നമ്മൾ സ്നേഹിക്കുന്നില്ലേ? നമുക്ക് സ്നേഹമില്ലേ? ആ ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ അധ്വാനമുള്ള പാടുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാകും കർത്താവ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞത്? നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളും ആത്മചിന്തകളും പരിശോധിച്ചാൽ ഇന്ന് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനെ അല്ല, സ്നേഹിക്കുന്നു എന്ന് വരുത്തുന്നവനെയാണ് എല്ലാവർക്കും ഇഷ്ടം. ഒരപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കളോട് സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില സ്നേഹമുണ്ട്. ഒരുപക്ഷെങ്കിൽ അപ്പൻ്റെ ആ ഒരു ഗാംഭീര്യത്തിന് മുമ്പിൽ അത് തുറന്നു കാണിക്കുന്നില്ലായിരിക്കും. അമ്മയുടെ വലിയ സ്നേഹത്തിന് മുമ്പിൽ അത് തുറന്നു കാണിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോ കുഞ്ഞിനോടും ഓരോ അപ്പനും അമ്മയ്ക്കും സ്നേഹമുണ്ട്. പക്ഷെങ്കിൽ ഇന്നത്തെ പുതിയ തലമുറ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും പ്രകടനാത്മകമായി ആര് സ്നേഹിക്കുന്നു, ആരെങ്കിലും സ്നേഹിച്ച അവർ പറയും, എൻ്റെ അപ്പനേക്കാൾ, എൻ്റെ അമ്മയേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ സുഹൃത്തുക്കളെക്കാൾ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ എനിക്കുണ്ട് എന്ന് പറയുന്നവരുണ്ടാവും. ഏതൊരു സ്നേഹത്തിനും ചില താല്പര്യങ്ങൾ, ചില നേട്ടങ്ങൾ പുറകിലുണ്ടാവും. ആ താല്പര്യങ്ങളോ നേട്ടങ്ങളോ ഇല്ലാത്ത സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവിക സ്നേഹമാണ്. അതൊരപ്പൻ്റെയും അമ്മയുടെയും സ്നേഹമാണ്. അതിനപ്പുറത്തോട്ടുള്ള പല സ്നേഹങ്ങളും ഉള്ളി പൊളിക്കുന്നത് പോലെ പൊളിച്ചു നോക്കിയാൽ അതിൻ്റെ ഒക്കെ പുറകിൽ ചില നേട്ടങ്ങളും ചില സന്തോഷങ്ങളും ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യം ഉള്ളിൽ സ്നേഹം കൊണ്ട് നടക്കുന്നത് മാത്രമല്ല, അത് ഭാര്യാഭർത്തൃ ബന്ധത്തിലാകട്ടെ, മക്കളോടുള്ള ബന്ധത്തിലാകട്ടെ, ചാർച്ചക്കാരോടും അയൽക്കാരോടും ഇടവക്കാരോടുമുള്ള സ്നേഹത്തിലായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ സ്നേഹമുണ്ടാകണം. ആ സ്നേഹം മറച്ചു വയ്ക്കാതെ ഒരളവ് വരെ പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അഭിനയിക്കുന്ന സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നവരെയാണ് പലപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് പ്രതിഫലം കൂടാതെ സ്നേഹിക്കുന്നവരായി നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരും ദൈവവും അറിയും നിങ്ങൾ യേശു തമ്പുരാൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് കുടുംബജീവിതത്തിലായിക്കൊള്ളട്ടെ, ആത്മീയമായ ഇടവക തലത്തിലായിക്കൊള്ളട്ടെ, നാം ആയിരിക്കുന്ന ഏത് മേഖലകളിലായിക്കോട്ടെ, ദൈവമാക്കി വച്ചിരിക്കുന്ന ഏത് മേഖലകളിലായിക്കൊള്ളട്ടെ, അവിടെയൊക്കെയും ഉപാധികളില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ,
പ്രതിഫലം കൂടാതെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതിന് നിങ്ങൾ ശ്രമിക്കുവാൻ തക്കവണ്ണമാണ് യേശുവമ്പുരാൻ ഈ വാക്യത്തിൽ കൂടി ഇന്ന് ഹേവൻ ക്യൂനിൽ കൂടിയും നമ്മളോട് ഓർപ്പിക്കുന്നത്. അവിടെ ഓർപ്പിക്കുന്നുണ്ട്, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ പോകുന്നിടത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വരാൻ കഴിയില്ല, പക്ഷെങ്കിൽ പിന്നീട് നിങ്ങൾ അവിടെ വന്നുകൊള്ളൂ. ദൈവം ഒരുക്കിയിരിക്കുന്ന പലപ്പോഴും ഈ ദിവസങ്ങൾക്ക് നമ്മുടെ വിശ്വാസപരമായ ചില കാര്യങ്ങളിൽ പലപ്പോഴും ഇന്നും തെറ്റിദ്ധാരണകളുള്ളതുകൊണ്ട് പറയുകയാണ്. ഒരാൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾക്ക് പ്രിയപ്പെട്ടവരായി ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയാൽ 40-ാം ദിവസമാണോ 41-ാം ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഇന്നും പലർക്കും സംശയമുണ്ട്. അങ്ങനെ ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. 40-ാം ദിവസമാണ്. കാരണം കർത്താവ് ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം കർത്താവ് ഈ ലോകത്തിൽ സജീവമായിരുന്നു എന്നുള്ളതാണ് മനുഷ്യനായി ജീവിച്ചപ്പോൾ. 40-ാം ദിവസമാണ് സ്വർഗാരോഹണം ചെയ്യുന്നത്. അതേ അർത്ഥത്തിൽ തന്നെയാണ് യേശുവമ്പുരാൻ പച്ചയായ ഒരു മനുഷ്യനായി അവതരിച്ചു എന്ന് പറയുമ്പോൾ, നമ്മളിൽ ഒരാൾ വാങ്ങിപ്പോയാലും 40 ദിവസം ആത്മാവ് ഇവിടെ സജീവമാണെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 40 ദിവസം നമ്മൾ വിരി മടക്കാത്തത്, 40 ദിവസം വിളക്ക് കത്തിച്ച് തന്നെ വെക്കണമെന്ന് പറയുന്നത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇന്ന് സാധിക്കുന്നില്ലായിരിക്കാം, എങ്കിലും അവരുടെ സാന്നിധ്യത്തെ അനുസ്മരിക്കാൻ വേണ്ടിയാണ്. ആ വിളക്കിൻ്റെ തിരി പോലെ ആ ആത്മാവ് ഇവിടെ സജീവമാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. 40-ാം ദിവസം സ്വർഗത്തിലേക്ക് കരയേറി എന്ന വിശ്വാസത്തിൻ്റെ ഭാഗമാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ധൂപപ്രാർത്ഥന സമർപ്പിക്കുകയും വിരിമടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ പച്ചയായ മനുഷ്യനെ പോലെ ജീവിച്ച ആ ക്രിസ്തുവിൻ്റെ ഭാവം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കൂടി കൗദാശീപരമായി വിശ്വാസപരമായി അത് ഏറ്റെടുക്കുവാൻ കൂടി നമുക്കിടയാകണം. ദൈവം തമ്പുരാൻ ഓർപ്പിച്ചതുപോലെ കാപട്യമില്ലാത്ത, ഉപാധികളില്ലാതെ മറ്റൊരാളെ സ്നേഹിക്കുവാൻ നമുക്ക് ഇനിയും വളരേണ്ടിയിരിക്കുന്നു. അപ്രകാരം നമുക്ക് ഒരുങ്ങുവാനും കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് നമ്മളെ മറ്റുള്ളവർ വിളിക്കുവാനും മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ചാർത്തും നേടിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയ്യോ ഹാലേ ലൂയ, നിന്നഭിഷക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രൻ കാത്തിടുമെങ്കിൽ ഹാലേ ലൂയോ ഹാലേ ലൂയ, നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും പാറയ്ക്കുമോ. ശുഭഹോല ബോല ബറുവൽ റൂഹോ ഖാദീശോ മൂലം വാദാമിനോലം വൽമീനാമേ. ശുചിയോട് ശുദ്ധ്യാബസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ പൂകുധ്യാന ദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം സൗമൻ കാലോസ് കുറിയേലായിസോ. നിർമ്മലമദ്ബഹായിൽ കാത്രോ സ്നേഹാശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചൊല്ലുവ നീരന്മാർ ദേവാകാരെ ഭാഗ്യമോ. ശുഭഹോല ബോല ബറുവൽ റൂഹോ ഖാദീശോ ദേവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ
ഓർത്തുമുഖപ്രഭയേകേണമേ പ്രിയോറായൻ മേലൈനോ ആധാരേ ശകളർപ്പിച്ചോ രാജാര്യന്മാ കേവുക പുണ്യം നാദാസ്തോത്രം മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹല്ലേലൂയ പൂകുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മനോലം മനോലം ഉൽമീനാമേ ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേര് നിൻ ജീവാസ്വരമതുണർത്തണമേ കവറിനുദ്യാനദീന സ്തോമൻ കാലോസ് കുറിയേലായിസോ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നീ സപാനം ചെയ്തു മൃദുരായോരേ നാശം നീക്കി ജീവിപ്പി ചണിയണോ നേടേ നോക്കുന്നവരിൽ കാന്തി പാർക്കുമോ മൃതരെ ജീവിപ്പിപ്പാൻ എഴുന്നള്ളും രാജ മുകിലഴകിന്മേലാഘോഷിതനായിടുന്നോ നയവാൻമാർദ്ദൻ മുൻകൊമ്പിൽ നാദം കേട്ടി ടങ്ങിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നോ മുറിയോറായൻ മേലൈനോ ആധാരേ മരമതിനുയരെ കർത്താവേ കള്ളന് കിട്ടിയ നിന്നെ വരം തൃത്വത്തെ കൊണ്ടാടി മരി ചോരും കൈ കൊണ്ടിടേണ. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന മുമ്പുള്ള പ്രാർത്ഥന ഏറ്റുകൊള്ളേണ്ടതാണ്. എൻ്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം നിന്റെ പരിശരീരമാവുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോവുകയും എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസ എന്ന പാനീയത്താൽ നിന്റെ ജീവനുള്ള ദാസ എന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ ദുർവികാരങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവമേ, എന്റെ കർത്താവ് ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമീൻ. നിന്നാൽ ഞങ്ങൾ യോഗ്യരായിത്തീരണമേ. ആമീൻ. രക്ഷകനുര ചെയ്ത രക്തങ്ങൾ കൈകൊള്ളും നോരിൽ വാസം ചെയ്യും ഞാൻ വിശ്വാസ ശുദ്ധിയ എന്നെ കൈകൊണ്ട് കൽപ്പന കാക്കുന്നു എൻ സ്നേഹിതനല്ലോ ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവകൈകൊള്ളുവോനിൽ വാസം ചെയ്യും ഞാൻ. നമ്മുടെ ദൈവമായ മിശിഹാ തമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായ തീക്കട്ട രണ്ട് ലോകങ്ങളിലും നിത്യമായി
കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ രക്ഷകനെ നൽകാം. ബർക്കിമോർ ദൈവമായ കർത്താവേ, നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിപ്പാനും പുണ്യപ്രദമായ എൻ്റെ രക്തം പാനം ചെയ്യുവാനും എന്നെ യോഗ്യനാക്കണമേ. എൻ്റെ കർത്താവ് എന്നേ ദൈവമേ, നിന്റെ തിരുവിഷ്ടത്തെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകലരോടും കൂടി സ്വർഗരാജ്യത്തിന് ഞാൻ അവകാശിയായി തീരണമേ. ആമീൻ. അവഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമാ ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടത് മൂലം അന്ത്യദിനി ഞങ്ങൾ വിധിയേറ്റിടരുതേ. ഭാഗ്യമോ നിന്റെ സ്വർഗീയ മേശയുടെ സംബന്ധനത്തിന് എന്നെ യോഗ്യനാക്കിയിട്ടുള്ള ബഹുലമായ നിന്റെ കരുണയെ പ്രതി നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ പരിശുദ്ധ രഹസ്യങ്ങളുടെ സ്വീകരണത്താൽ ഞാൻ കുറ്റം വിധിക്കപ്പെടുമാറാകരുതേ. നിന്റെ പരിശുദ്ധ റുഹായോടെ സമ്മതപ്പെടുവാൻ ഞാൻ യോഗ്യനായി തീർന്നുകൊണ്ട് ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരോടും കൂടെ ഓഹരിയും അവകാശം കണ്ടെത്തുകയും നിന്നെയും നിന്റെ ഏകപുത്രനെയും സകലത്തിലും വിശുദ്ധനായ നിന്റെ റുഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആമേൻ. മട്ടകസ്യ പറയണം, പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമവൻ വന്ദിക്കപ്പെട്ടവരും സ്തുതിക്കപ്പെട്ടവരുമാകുന്നു. ആദ്യം മുതൽ തലമുറവരെയും ധനിക സ്തുതി. ഹല്ലേലൂയ. മൻമദ്ബഹോ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുത്ഥാനത്തിനും ഞങ്ങളുടെ വർഗത്തിൻ്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവരുമായ ദൈവോത്രം, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ ഈ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായ വലത്തു നീട്ടി അനുഗ്രഹിക്കണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിച്ചവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതയും മഹിമാമോടെ സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാകാം. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവും എന്നേക്കും ഞങ്ങളുടെ
ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളെ കർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തു എന്ന പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുകയും എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നാവും സ്തുതി പാടും കവറടഞ്ഞോർ നൽ ശരണം നീയേ മൃദർദനുയർവും നീ തന്നെ. ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റെ തിരുശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനദിനം അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാറയ്ക്കുമോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന് ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുലിക്കണം. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുലിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ മിശിഹാ തമ്പുരാനെ, നിന്നെയും നിന്റെ പിതാവിൻ്റെയും നിന്നെ പരിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നിനുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ. സുഹൃത നടപടികളാൽ ഞങ്ങളെല്ലാവരെയും അലങ്കരിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും പാപമോചനം പ്രാപിക്കുമാറാകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും വിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നാളും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ആമേൻ. സ്വത്രം സർവം വാഴ്കള ശേഷം നൽകും ഞങ്ങൾ നിന്ദാതനും വിമലാത്മനും സ്തുതി പാടിയിടും. എൻ കർത്താവേ, നിന്തിരുഗാത്രം ഭക്ഷിച്ചോരാ ഈ പാപികൾ തൻ ദുഷ്കൃതമഖിലം മോചിക്കേണമേ. സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക, ശിലമേൽ നിർത്തി നായകരായോരിടയന്മാരെ കാക്കുക ശക്ത്യാ. ആചാര്യന്മാർ ഷമ്മാശന്മാർ യൗപതിയാകിന കൂറുയന്മാരും നീവരെ നീ ശോഭിപ്പിക്ക. മാതാവു
യാചിക്കും പരിശുദ്ധന്മാരും നാദാ പുണ്യം നൽകിയും മരിച്ചോർക്കും. സെനൂൻ ബെസ്ലോമോഹായ് നബിബായ്, എൻ്റെ വാത്സല്യ സഹോദരങ്ങളെയും കർത്താവിൻ്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്നും നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമാവുന്ന വിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോകുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രവെത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോകും, വിശ്വാസികളായ നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോവുകയും എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും. അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.